അങ്ങനെ വിഷുവൊക്കെ ആയിട്ട് വേറെ കുറച്ച് എൻഗേജ്മെന്റ്സ് ഒക്കെ ആയിട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് ഡിസ്ട്രിക്ട് ആപ്പിൽ നോട്ടിഫിക്കേഷൻ വന്നത് പള്ളിച്ചട്ടമ്പിയുടെ. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഈ സിനിമ ഇന്നാണ് റിലീസെന്നും ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം. പിന്നെ നോക്കില്ല, നേരെ കാർ എടുത്ത് തിയേറ്ററിലേക്ക് വിട്ടു. ഷോ തുടങ്ങാൻ ഓൾമോസ്റ്റ് ഒരു 1 hour മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഞാൻ ഈ നോട്ടിഫിക്കേഷൻ കാണുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഐ കുഡ് മാനേജ്. ഏകദേശം സിനിമ തുടങ്ങി ഒരു 5 മിനിറ്റുള്ളപ്പോൾ ഞാൻ തിയേറ്ററിലെത്തി. അത്യാവശ്യം ആളുണ്ടായിരുന്നു. വിഷു ആയതുകൊണ്ടും ഒരു ഹോളിഡേ ആയതുകൊണ്ടും ഈവനിങ് ഷോ ആയതുകൊണ്ടും ഫാമിലീസ് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സമയമായിരിക്കും അത്. അത്യാവശ്യം നല്ല ഫാമിലീസ് ഉണ്ടായിരുന്നു. ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരിക്കലും ഫില്ലാകാത്ത ടാൻ സിനിമാസിൻ്റെ പാർക്കിംഗ്, അകത്തെ പാർക്കിംഗ് ഒക്കെ ഫില്ലായി. നമുക്ക് എത്ര ഫില്ലായാലും കാർ ഇടാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവും. നമുക്ക് പിന്നെ ആ ഗേറ്റിനോട്, എൻട്രൻസിനോട് ചേർന്ന സ്ഥലത്ത് നമുക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് പതുക്കെ QR ഒക്കെ സ്കാൻ ചെയ്ത് തിയേറ്ററിനകത്തേക്ക് കയറി. പള്ളിച്ചട്ടമ്പി അഥവാ ചർച്ച് ഗൂഡ് അത്യാവശ്യം നല്ല പ്രതീക്ഷയോടെ കണ്ടൊരു സിനിമയാണ്. എന്ന് പറഞ്ഞാൽ അത്രയും നല്ല സിനിമയൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നൊരു കുഴപ്പമില്ലാത്ത സിനിമയായിരിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ഡിജോയുടെ സിനിമയാണ്, അറിയാം, നിങ്ങൾക്കറിയാം. ജനഗണമനയൊക്കെ എടുത്താണ് അദ്ദേഹം. ജനഗണമനയൊക്കെ അത്യാവശ്യം മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടും അതിൻ്റെ ആ സിനിമയുടെ ടോട്ടൽ ആ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളിയുടെ സിനിമകൾ പൊതുവെ രാഷ്ട്രീയത്തിനൊരു കുറച്ചൊരു മുൻഗണന കൊടുത്തിട്ടുള്ള സിനിമകളാണ്. ഈ സിനിമയിലോട്ട് വരുമ്പോൾ 1957 ആ ഒരു കാലഘട്ടത്തിലെ കഥയാണ് കാണിക്കുന്നത്. അപ്പോൾ പടം തുടങ്ങി ടോവിനോയുടെ ക്യാരക്ടറിൻ്റെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടോവിനോയുടെ ക്യാരക്ടർ ഒരു നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ, ഫസ്റ്റ് ഫ്രെയിം, ക്യാരക്ടർ ബിൽഡിങ്, ഇതൊക്കെ നല്ലൊരു രസമുണ്ടായിരുന്നു. ഇൻഫാക്ട് ടോവിനോയുടെ ആക്ടിങ്ങിൽ എനിക്ക് മൊത്തത്തിലൊരു അസംതൃപ്തി ഉണ്ട് ഈ സിനിമയിൽ. മൊത്തത്തിൽ പുള്ളി അഭിനയിച്ച് താഴോട്ടാണ് വരുന്നതെന്ന് തോന്നിപ്പോയി. കാരണം പല സന്ദർഭങ്ങളിലും സന്ദർഭത്തിന് മാച്ച് ആകാത്ത രീതിയിലുള്ള എക്സ്പ്രഷൻസും അതുപോലെ തന്നെ ഭയങ്കര ഒരു ഇമ്മച്വർ ആക്ടിങ് പോലെ തോന്നി. എന്താ ടോവിനോയുടെ ആക്ടിങ് തന്നെ കുറച്ചധികം ഓവറായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ അവിടെ ഇവിടെയും തൊടാത്ത രീതിയിൽ ഒരു കഥ. നമ്മളപ്പം ഫസ്റ്റ് ഹാഫിൽ ഞാൻ വിചാരിച്ചു ഇതിപ്പം ട്രാക്കിലേക്ക് കയറും. മറ്റേ കൊച്ചി രാജാവ് സിനിമയ്ക്കകത്ത് ഹരിശ്രീ അശോകൻ പറയുന്ന പോലെ ഇപ്പം കിട്ടൂടാ നോക്കിക്കോ, ഇപ്പം കിട്ടുമെന്ന് പറയുന്ന പോലെ ഞാൻ വിചാരിച്ചു ഇപ്പം അടുത്ത് ശരിയാവുന്ന പറഞ്ഞാൽ പടം മുന്നോട്ട് പോകും തോറും ഇത് കയ്യിൽ നിന്ന് വിട്ടു പോയിക്കൊണ്ടേയിരിക്കുക. മൊത്തത്തിൽ ഡയറക്ഷനിൽ നല്ല രീതിയിൽ പാളിച്ച് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയലോഗ്സ് ആണെങ്കിലും ഒക്കെ മൊത്തത്തിൽ ഒരു സുഖമില്ല. പിന്നെ ജേക്സ് ബിജോയ് പുള്ളിയെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നന്നായിട്ട് പണി എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ പടം ഒന്ന് എലിവേറ്റ് ചെയ്യാൻ മ്യൂസിക്കിലൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പടത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ ഷോകമായത് കാരണം അതൊന്നും നടന്നിട്ടില്ല. കുറേ അക്കാപാസമൊക്കെ മറ്റേ തമിഴ് സിനിമയിലായി കാണുന്ന പോലെ കുറേ അക്കാപാസം അങ്ങനെയുള്ള പാസങ്ങളൊക്കെ കുത്തിക്കാനും ശ്രമിച്ചെങ്കിലും ഒന്നും അങ്ങോട്ട് എഫക്റ്റ് വരുന്നില്ല. എല്ലാം ഭയങ്കര ഒരു ഇമ്മച്വർ ഫീലിംഗ്. അതുപോലെ തന്നെ കയാദു ലോഹർ, ഇതിനകത്ത് ഹീറോയിൻ, ആകെ കുറച്ച് സീനുകളേ ഉള്ളെങ്കിലും എക്സ്പ്രഷൻ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഡയലോഗും പുള്ളിയുടെ ലിപ്സിങ്ങും അതൊന്നും വലിയ രീതിയിൽ അങ്ങോട്ട് സിങ്ക് ആകുന്നില്ല. മൊത്തത്തിൽ അവിടെയും എന്തൊക്കെയോ പ്രശ്നങ്ങൾ, മൊത്തത്തിലുള്ള കണക്ഷൻസ് എല്ലാം ഒന്ന് വിട്ട് കിടക്കുന്ന രീതിയിലുള്ളൊരു സിനിമ. പിന്നെ നമ്മുടെ മലയാളത്തിലൊരു പ്രമുഖ നടൻ കേമിയോ ഒക്കെ വരുന്നുണ്ട്. എന്തിനാണോ അങ്ങനെ ഒരു കേമിയോ എന്ന് പോലും തോന്നിപ്പോയി. ഈ പടത്തിന്റെ സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള കമ്പനിയുടെ പുറത്ത് വിളിച്ചപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റാത്തതിന്റെ പേരിൽ വന്ന് അഭിനയിച്ചാണോ എന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട്. ക്ലൈമാക്സിലൊക്കെ അതിന്റെ കുറച്ച് എക്സ്ട്രീം വേർഷൻസ് ഒക്കെ ഉണ്ട്, അതിലേക്കൊക്കെ വരാം. അതിനുമുമ്പ് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സിദ്ദീഖിന്റെ നറേഷനിലാണ് സിനിമ തുടങ്ങുന്നത്. നമ്മുടെ TG രവി ഉണ്ട്. ആദ്യം പുള്ളി കൊള്ളാന്നൊക്കെ തോന്നിയെങ്കിലും പിന്നീട് അങ്ങോട്ട് പോയപ്പോൾ ആകപ്പാടെ ഒരു അതും ഭയങ്കര മോശം ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ വിജയരാഘവൻ ഒരു പള്ളിയിലച്ഛനായിട്ടുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ വിചാരിക്കും ഇത് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയുള്ള പടമാണ്. പിന്നെ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റിനെതിരെ പറഞ്ഞിട്ട് നായകൻ അവസാനം കമ്മ്യൂണിസ്റ്റ് ആകുന്ന ടൈപ്പ് പടമായിരിക്കുമെന്ന്. പക്ഷെ അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പോയി, പള്ളി ഇതായിപ്പോയി, പിന്നെ എന്തൊക്കെയോ ഒക്കെ ത്രെഡുകൾ കയറ്റി വെച്ച് അതിൽ ആക്ഷൻ സീക്വൻസുകളാണെങ്കിലും ഇപ്പൊ പള്ളിച്ചട്ടമ്പി എന്ന് തന്നെ പേരിൽ തന്നെ ഒരു ഫൈറ്റ് പടമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നല്ല കുറെ ഫൈറ്റൊക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ ഫൈറ്റ് ഒന്നും അത്രയ്ക്കൊരു പ്രതീക്ഷിച്ച പോലെ വലിയൊരു സെറ്റപ്പ് ഒന്നും ഫൈറ്റിലും വരുന്നത്, ആ ഒരു ഇമ്പാക്ട് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ബാബുരാജനെ ആദ്യം പള്ളിയിലച്ഛൻ വന്ന് ക്യാൻവാസ് ഒക്കെ ചെയ്യും. നീ നമ്മുടെ പള്ളിയുടെ ചട്ടമ്പിയായിട്ടൊക്കെ വരണമെന്ന് പറഞ്ഞു. പള്ളിയിലച്ഛൻ ക്യാൻവാസ് ചെയ്യുന്നതുകൊണ്ട് സ്വിച്ച് ഇട്ട പോലെ ബാബുരാജിന് പെട്ടെന്ന് തോന്നും ഞാൻ കമ്മ്യൂണിസ്റ്റ് ആവണമെന്ന്. അങ്ങനെ ബാബുരാജ് പെട്ടെന്ന് കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാവും. പിന്നെ നമ്മുടെ EMS എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ENS എന്ന് പറഞ്ഞ പേര് വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെയൊക്കെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്, നെഗറ്റീവായിട്ടൊന്നും അല്ല. അതുപോലെ തന്നെ നമ്മുടെ ഇമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് കാണിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. മൊത്തത്തിൽ പറയുന്ന ഒരു പാതി നനഞ്ഞ പടക്കം പോലത്തെ പടം എന്നേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. മൊത്തത്തിൽ നനഞ്ഞൊരു ഫീൽ. ആദ്യം തുടക്കത്തിൽ കുറച്ച് സീനുകൾ കാണിച്ചതും കഥ ബിൽഡ് ചെയ്തതും ആ ഫ്രെയിമിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ജേക്സ് ബിജോയ് ബാക്ക്ഗ്രൗണ്ട് നല്ല രീതിയിൽ എലിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സീൻസ് ഒന്നും ഒരു സുഖം ഇല്ലാത്തതുകൊണ്ട് അത് നടക്കുന്നില്ല. പിന്നെ നമ്മൾ കുറേ സിനിമകൾ കണ്ട് ഇതുപോലെ നമുക്ക് ഓരോ ഡയലോഗും അടുത്ത് എന്തായിരിക്കും ഡയലോഗ് പറയാൻ പോകുന്നതും അടുത്ത് എന്തായിരിക്കും ഇവർ കാണിക്കാൻ പോകുന്നതും എല്ലാം ഊഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അതുപോലെ നായികയെ കൊണ്ടുവരുന്നു, എന്തിനോ കളയുന്നു. അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പടമായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് പോയി എനിക്ക് ആകെപ്പാട് കിട്ടിയൊരു
വിഷുവായിട്ട് നല്ലൊരു നനഞ്ഞ പടക്കം കണ്ട ഒരവസ്ഥയായി പോയി. ചിലർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും, പക്ഷേ എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ തോന്നാത്തൊരു സിനിമയാണ്. മൊത്തത്തിൽ എന്തൊക്കെയോ അപാകതകളും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയായിട്ടൊക്കെ മൊത്തത്തിൽ പടത്തിനുണ്ട്. സോ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആരും കാണാതിരിക്കണ്ട. എനിക്ക് മൊത്തത്തിൽ എന്തോ, ഞാൻ അങ്ങനെ പടത്തിനൊന്നും പൊതുവെ നെഗറ്റീവ് പറയാത്ത, പക്ഷേ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ ഇരുന്ന് അവിടെ കുറച്ച് എത്തിക്ക് ഇവിടെ കുറച്ച് എത്തിക്ക് അങ്ങനെ എന്തൊക്കെയോ കാണിച്ചു. ഫസ്റ്റ് ഹാഫ് പിന്നെയും എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഈ കഥ ബിൽഡ് ചെയ്യുന്ന ഇപ്പം ശരിയായി ഇനി എന്തൊക്കെയോ വരാനുണ്ട് എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഇരുന്ന് കണ്ടു. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എന്താ പറയുക, സെക്കൻഡ് ഹാഫിനകത്ത് മൊത്തത്തിൽ ഒരു അവിയൽ പരുവ്, എന്തൊക്കെയോ കൂടെ മിക്സ് ചെയ്തിട്ട് മൊത്തത്തിൽ ഒരു അവിയൽ പരുവായിട്ടുള്ള സെക്കൻഡ് ഹാഫ്. അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ സുധീർ കരമനയുണ്ട്, അലക്സാണ്ടർ ഉണ്ട് പുരുഷ പ്രയോഗത്തിനകത്തുള്ള. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഈ പ്രമുഖ നടൻ, പുള്ളിയുടെ ഒന്നും ഒരു കേമിയോ ഉണ്ടെന്ന് പോലും ഭയങ്കര രഹസ്യമാക്കി വെച്ചേക്കുമായിരുന്നു. പെട്ടെന്ന് പുള്ളിയുടെ കണ്ണൊക്കെ കാണിച്ചപ്പോൾ ഇങ്ങനതിനകത്തുണ്ടോ എന്നുള്ളൊരു ഫീലായിരുന്നു. അതും പക്ഷേ മൊത്തത്തിൽ ഒരു കച്ചർ റോളായി പോയി. അവസാനം വന്നിട്ട് നായകനും അയാളും നേർക്ക് നേരെ വരുന്ന പോലത്തെ ഒരു സാധനമൊക്കെ അങ്ങനെ ഭയങ്കര ഒരുപാട് വളച്ച് കെട്ടി ഒടിച്ച് നീട്ടിയൊന്നും കൊണ്ടുപോകേണ്ട ഒരാവശ്യമില്ലായിരുന്നു. എന്നിട്ട് എങ്ങും ഇല്ലാത്ത രീതിയിൽ നിർത്തി. ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും അതിനകത്തൊരു പോസിറ്റീവ് ഫാക്ടറായിട്ട് തോന്നി. ഇതിനകത്ത് നായകന്റെ പ്രകടനം മോശം, ആപ്പാട് പുള്ളിയുടെ ആ ഒരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ, പള്ളിച്ചട്ടമ്പയ്ക്ക് പറ്റിയൊരു അപ്പിയറൻസും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. ബാക്കി നായകന്റെ അഭിനയം നോട്ട് അപ് ടു ദ മാർക്ക്, നായികയുടെ അഭിനയം നോട്ട് അപ് ടു ദ മാർക്ക്. നായിക എന്തിനാന്ന് പോലും അറിയത്തില്ല, ആപ്പാട് കുറച്ച് സീനുകളിലേ ഉള്ളൂ. പിന്നെ വരുന്നവരും പോരുന്നതൊക്കെ പിന്നെ അനാവശ്യം മെലോ ഡ്രാമയും അതും ഇതും സെന്റിമെന്റ്സും ഒക്കെ കുത്തിക്കയറ്റാൻ ശ്രമിച്ച് അത് വിജയിച്ചിരുന്നേ കുഴപ്പമില്ല. അത് പക്ക ഫെയിലർ, അട്ടർ ഫ്ലോപ്പാ. സോ അങ്ങനെ അവിടെ ഇവിടെയും തൊടാൻ പറ്റാത്ത ഒരു നനഞ്ഞ വിഷു പടക്കം എന്നേ ഇതിനെപ്പറ്റി പറയാനുള്ളൂ. ഞാനൊരിക്കലും നിങ്ങളെ തിയേറ്ററിൽ പോയി കാണണമെന്നും സജസ്റ്റ് ചെയ്യില്ല, കാണരുതെന്നും സജസ്റ്റ് ചെയ്യില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് ടോട്ടലി ഒരു ശോകം ഫീലായിരുന്നു ഈ സിനിമ.